മകളുടെ ആത്മഹത്യക്ക് പിന്നാലെ മകളുടെ കാമുകനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ പിതാവ്. ഇതിനായി കൊട്ടേഷൻ സംഘത്തിന് നൽകിയത് 2 ലക്ഷം രൂപയാണ്. പെൺകുട്ടിയുടെ പിതാവ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സന്തോഷ് കുമാറും കൊട്ടേഷൻ സംഘവും ഒടുവിൽ പിടിയിലായി. കൊട്ടേഷന് ഏർപ്പാട് ചെയ്ത പെൺകുട്ടിയുടെ ബന്ധു ജിജു ഒളിവിലാണ്. 2 തവണയാണ് കൊട്ടേഷൻ സംഘം യുവാവിനെ ആക്രമിച്ചത്. ഫെബ്രുവരിയിൽ സന്തോഷിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് കാരണം മകളുടെ സുഹൃത്തായ അനുജിത്താണെന്ന് പറഞ്ഞാണ് സന്തോഷ് ബന്ധു ജിജുവിന് കൊട്ടേഷൻ നൽകിയത്. നെടുമങ്ങാട് സ്വദേശിയായ സന്തോഷ്, കൊട്ടേഷൻ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് സ്വദേശി സ്വർണ്ണപ്പല്ലൻ എന്ന മനു, സൂരജ് എന്നിവരാണ് കേസിൽ പിടിയിലായത്. തിരുവനന്തപുരം മണ്ണന്തല പോലീസാണ് ഇവരെ പിടികൂടിയത്. ഫെബ്രുവരിയിൽ സന്തോഷിന്റെ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് കാരണം മകളുടെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് സന്തോഷ് ബന്ധു ജിജുവിനെ ഉപയോഗിച്ച് യുവാവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത്. യുവാവിനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചത് 2 തവണയാണ്. ആദ്യ തവണ വട്ടപ്പാറയ്ക്ക് സമീപം യുവാവിനെ കാറിടിച്ച് വീഴ്ത്തുകയായിരുന്നു. സാധാരണ വാഹനാപകടമെന്ന് കരുതി ഇയാൾ ഇത് അവഗണിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണന്തലയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ 2 സംഘം ആക്രമിച്ചു. ഈ പരാതിയുടെ അന്വേഷണത്തിലാണ് കൊട്ടേഷൻ വിവരം പുറത്തറിയുന്നത്. ആക്രമണം നടത്തിയവർ സഞ്ചരിച്ച ബൈക്ക് നമ്പർ വ്യാജമെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസിന് സംശയം ബലപ്പെട്ടത്. തുടർന്ന് സിറ്റി ഷാഡോ പോലീസുമായി ചേർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികൾ പിടിയിലായത്. ചോദ്യം ചെയ്തതോടെ പ്രതികാര കഥ വ്യക്തമായി. മകളുടെ ആത്മഹത്യയ്ക്ക് പ്രതികാരമായിട്ടാണ് യുവാവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്ന് സന്തോഷ് മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. കൊട്ടേഷന് ഏർപ്പാട് ചെയ്ത ജിജു ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.